എത്രയും പെട്ടെന്ന് ഒരു പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് ചുമതല കൊടുക്കുകയും ചെയ്യണം. അതാണ് എന്റെ ഉറച്ച അഭിപ്രായം. ഈ സംഘടന ഇപ്പം എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്? എന്താണ് താങ്കളുടെ സീനിയർ നേതാവ് എന്ന രീതിയിൽ? പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തീർച്ചയായിട്ടും ഒരു മന്ദീഭാവത്തിലാണ് പാർട്ടി ഉള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. അതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ഒരു പുതിയ അധ്യക്ഷനെ കണ്ടെത്തുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. ഒരു മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ എല്ലാവരെയും കാണാം. ഒരു പൊതുപ്രവർത്തന രൂപത്തിൽ നമ്മളെയൊക്കെ തന്നെ എല്ലാവരും വന്ന് കാണാറില്ലേ? ആരും കാണാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയുന്ന കാര്യങ്ങൾ എന്താണ് ശ്രദ്ധിക്കണം. പക്ഷെ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടുകൂടി തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ കണ്ടതുകൊണ്ട് എന്തെങ്കിലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. ഈ താക്കോൽ തസ്തികകളിലൊക്കെ തന്നെ ഇപ്പം സംഘപരിവാർ ബന്ധമുള്ള ആൾക്കാരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നുള്ളതാണ് മെയിൻ വിമർശനം. അതായത് ഗവൺമെന്റ് ലീഡർ ഉൾപ്പെടെയുള്ള ഇതിൽ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ആ രീതിയിലുള്ള ഒരു അത്തരം ഒരു ഇത് ബുദ്ധിമുട്ടാവില്ലേ പാർട്ടിയുടെ? അല്ല, ഇത് സംബന്ധമായിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദപ്പെട്ടവരൊക്കെ തന്നെ അതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ശരിയൊന്നുമല്ല. എന്താ പറഞ്ഞ? ഇന്ന് കാലത്ത് ഇവിടെ നമ്മുടെ ദേവസ്വം മന്ത്രി കൂടിയുടെ ശ്രീമാൻ മുരളീധരൻ ഉണ്ടായിരുന്നു. മുരളീധര കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ ഗൗരവത്തോട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അദ്ദേഹം നഗരത്തിൽ തന്നെ ഉണ്ട്. എന്താണത്ര തിരുത്തൽ? ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. തിരുത്തലൊന്നും ഉണ്ടായിട്ടില്ല. അത് പറയുന്നത് ശരിയുമല്ല. തിരുത്തലുണ്ടാവേണ്ടത് നമുക്കെല്ലാം അറിയാലോ. പിണറായി വിജയൻ ഭരിച്ച സമയത്താണ് സകല തിരുത്തലുകളും ഉണ്ടാക്കേണ്ടത്. ആ ഭരണത്തിന്റെ ഒരു ദുരന്ത ഫലമാണല്ലോ ഇന്ന് ഈ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ. അല്ല, ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ സർക്കാർ അധികാരത്തിലേറി ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഒരു SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി. പക്ഷെ അതിൽ പിന്നീട് പിന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പിന്നോട്ട് പോവില്ല. ഇന്ന് ആഭ്യന്തരകാര്യമന്ത്രി അക്കാര്യത്തെക്കുറിച്ചിട്ട് സുചിന്തിതമായി തന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിയായിട്ടല്ല അന്നത്തെ ADGP അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയോട് കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്പറേഷൻ തൂഫാൻ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുടെ മുന്നിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വലിയ പരിപാടിയാണ്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി തന്നെ ജനങ്ങളെ നോക്കി പറയാൻ സാധിക്കുന്ന ഒരു പരിപാടിയാണത്. ഞാൻ ആഭ്യന്തരകാര്യമന്ത്രി രമേശ് ചെന്നിത്തലയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹം അത്രയേറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓപ്പറേഷൻ തൂഫാൻ നോക്കിക്കാണുന്നത്. ജനങ്ങളുടെ സമ്പൂർണ്ണമായ പിന്തുണ ഈ കാര്യത്തിലുണ്ട്. രക്ഷിതാക്കന്മാരുടെയും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിനൊക്കെ തന്നെ പിന്തുണ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ SSK ഫണ്ട് കഴിഞ്ഞ 3 മാസമായി ഡയറ്റിൽ അധ്യാപകർക്ക് ശമ്പളമില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട 60% ഫണ്ട് ഇതുവരെയും ലഭിക്കാത്തതുകൊണ്ട് ഡയറ്റിലുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 40%, കേന്ദ്രത്തിന് 60%. കേന്ദ്ര ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏത് നിലപാട്? കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പോയിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ ഫണ്ട് വാങ്ങുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്.